റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് നവജാത ശിശു മരിച്ചതിൽ ഡോക്ടർ ബിന്ദു സുന്ദറിന് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് അന്വേഷണ റിപ്പോർട്ട്. പ്രസവ ശസ്ത്രക്രിയ ചെയ്യുന്നതിൽ കാലതാമസമുണ്ടായി. കുട്ടിക്ക് വളർച്ച കുറവായത് സങ്കീർണത കൂട്ടിയെന്നും അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ്, എത്രത്തോളം ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്? മധു, ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് അതീവ ഗുരുതരമായ കൃത്യവിലോപം നടന്നതുകൊണ്ടാണ് കുഞ്ഞ് മരിച്ചത് എന്നതാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. രണ്ട് പ്രധാനപ്പെട്ട വീഴ്ച ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഒന്ന്, ഡെലിവറി സമയം എന്ന് കണക്കുകൂട്ടിയ സമയം കഴിഞ്ഞിട്ടും നോർമൽ ഡെലിവറി ഉണ്ടാകാത്തപ്പോൾ സാധാരണഗതിയിൽ സിസേറിയൻ ചെയ്യേണ്ടതാണ്. പക്ഷേ ഡോക്ടർ ആ സമയം കഴിഞ്ഞിട്ടും സിസേറിയൻ ചെയ്തില്ല. നോർമൽ ഡെലിവറി ഉണ്ടാകും എന്ന് പറഞ്ഞ് അത് ദീർഘിപ്പിച്ചു കൊണ്ടുപോയി അവസാനമാണ് സിസേറിയൻ ചെയ്തത്. അപ്പോഴേക്കും കുഞ്ഞു മരിച്ചു എന്നതാണ് ഒരു കാരണം. മറ്റൊന്ന്, കഴിഞ്ഞ 5 മാസമായി ഈ ഡോക്ടറെ തന്നെയാണ് ഇവർ കാണിച്ചു കൊണ്ടിരുന്നത്. ആ കുഞ്ഞിൻ്റെ തലയ്ക്ക് വലിപ്പ കൂടുതലായിരുന്നു. പലതരത്തിൽ സ്കാനുകൾ ആ സമയത്ത് ഈ കാലയളവിനിടയിൽ എടുത്തതാണ്. ഒരു തവണ പോലും കുഞ്ഞിൻ്റെ തലയ്ക്ക് വലിപ്പ കൂടുതലുണ്ട് എന്ന് കണ്ടെത്താനോ അത് പറയാനോ ഈ ഡോക്ടറെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി, പീഡിയാട്രിക്, അനസ്തേഷ്യ വിഭാഗത്തിലെ 3 പ്രധാനപ്പെട്ട ഡോക്ടർമാർ ചേർന്നാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇത് ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് കൈമാറിയിട്ടുമുണ്ട്. ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. സ്വാഭാവികമായും തലയ്ക്ക് വലിപ്പമുള്ളൊരു കുഞ്ഞാണ് എങ്കിൽ മുഖപ്രസവം എന്നത് സാധ്യമാകില്ല എന്നുള്ളത് തന്നെയാണ്. ഈ സ്കാനിങ്ങിന്റെ സമയത്തൊന്നും അത് ബോധ്യപ്പെട്ടില്ല എന്നുള്ളതാണ്. ബോധ്യപ്പെടുകയോ അതിന് പരിഹാരം കാണുകയോ ഇനി ശരി പ്രസവത്തിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിട്ടും അങ്ങനെ സംഭവിക്കാത്തപ്പോൾ അത് സിസേറിയനിലേക്ക് പോവുക എന്നൊരു തീരുമാനവും എടുത്തില്ല എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. റഹീസ് റഷീദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.